തീർച്ചയായും അഡ്വക്കേറ്റ് മധുസൂദനൻ, ഈ ജനങ്ങളുടെ ബോധവൽക്കരണം, അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അത് പ്രധാനമാണ്. സ്വാഭാവികമായും മറ്റെല്ലാ കോടതി നിർദ്ദേശങ്ങളെയും പോലെ നിയമ കാര്യങ്ങളെയും പോലെ എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഈ ജനങ്ങളുടെ അഭിലാഷം, അതായത് ഒരു കൊലപാതകം ഒരാൾ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് ജനം കരുതുന്നുണ്ടെങ്കിൽ അയാളെ കൊന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാധ്യപാത്രമാകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഏതായാലും ഉണ്ട്. ഈ കാണുന്ന കണക്കുകളിൽ സച്ചിൻ വെയ്സ് എന്ന ഒരു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ, അദ്ദേഹം എൻകൗണ്ടർ കില്ലിങ്സ് 63 പേരെ കൊന്നതായി ഈ രേഖകളിൽ, മനുഷ്യാവകാശ സംഘടനകളുടെ രേഖകളിൽ കാണുന്നു. അദ്ദേഹം പോലീസ് സേനയിൽ നിന്ന് റിസൈൻ ചെയ്തതിനു ശേഷം, രാജിവെച്ചതിന് ശേഷം ശിവസേനയിൽ ചെന്ന് ചേരുകയാണ് ചെയ്തത്. എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്താൻ മാത്രമുള്ള ജനസമ്മിതി അദ്ദേഹത്തിന് ആ കാര്യങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. ഇത് അനുകൂലിക്കേണ്ടതോ ആരാധിക്കേണ്ടതോ ആയ കാര്യമല്ല ഈ കൊലപാതകങ്ങൾ എന്നത്, എക്സ്ട്രാ ജുഡീഷ്യലായുള്ള കൊലപാതകങ്ങൾ എന്ന് കോടതി പറയുന്നത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് അതിൻ്റെതായിട്ടുള്ള ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? അടിസ്ഥാന വിഷയം ഈ പോലീസുകാരിലുണ്ടാകേണ്ട ഒരു മാനുഷിക മൂല്യത്തിന്റെ ചോർച്ചയാണ്. ഇപ്പൊ നമ്മൾ പോലീസിൽ സ്ത്രീകളെ കൂടുതൽ റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം കുറയുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇപ്പൊ ചേരാനല്ലൂർ ആ സ്ത്രീയെ ഉപദ്രവിച്ചതിൽ മുൻപന്തിയിൽ നിന്ന് ആരാണ്? സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ മനുഷ്യൻ യൂണിഫോം അണിയുന്നതോടുകൂടി നമ്മുടെ സമൂഹത്തിലെ ഒരുതരം ക്രിമിനൽസ് ആണ് പോലീസിലേക്ക് എത്തപ്പെടുന്നതെന്ന് സംശയിക്കപ്പെടുന്ന രൂപത്തിലാണ് അവർ. കാരണം സാധാരണ ക്രിമിനൽസിന് ഒരിക്കലും ശിക്ഷ കിട്ടില്ല എന്ന് ഭയപ്പെട്ടിട്ടില്ല അല്ല അവർ ചെയ്യുന്നത്. ഇവർക്കാണെങ്കിലോ ശിക്ഷയ്ക്ക് ഒട്ടും കിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച 197 പരിരക്ഷയിൽ നിന്നുകൊണ്ട് ഏത് കുറ്റവും ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അപ്പൊ നാമമാത്രമായ വളരെ പെരിഫറലായ ചില പരിഷ്കരണങ്ങൾ കൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ടാകും. ഇപ്പോൾ ഗൈഡ് ലൈൻസ് നല്ലതാണ്, DK ബസുവിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ടായി അറസ്റ്റിനെ സംബന്ധിച്ച്. അതോടൊപ്പം ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഗൈഡ് ലൈൻസിലും കുറെ നല്ലത് തന്നെയാണ്. പക്ഷെ അപ്പോൾ പോലും ഇതെല്ലാം രേഖാപരമായ കാര്യങ്ങൾ മാത്രമാണ്. ഈ രേഖകൾ ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നോക്കുക, ആയുധം ഫോറൻസിക്കിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുന്നു. ശരി, ആയുധം പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ എന്താ പ്രശ്നമുള്ളത്? ഇനി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറയുന്നു. ഏത് ഒഫൻസിലാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്? ഒരു എൻകൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒഫൻസ് 302 ആയിരിക്കുമോ? 304 ആയിരിക്കുമോ? മർഡർ നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള അർത്ഥത്തിലേക്ക് വരുമോ? ഇതെല്ലാം വിഷയങ്ങളാണ്. അല്ലെങ്കിൽ ഇത് അൺനാച്ചുറൽ ഒഫൻസ്. സാധാരണ ഇപ്പൊ നമ്മൾ 174, 176 വരെയുള്ള ക്രിമിനൽ നടപടി ചട്ടത്തിൽ ഒരു മരണം അസ്വാഭാവിക മരണം എന്ന രൂപത്തിൽ ഇപ്പോൾ വർഗീസിന്റെ മരണത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിലും കൃത്യമായി കാണുന്നില്ല. ഒരു രജിസ്റ്റർ ചെയ്തിരിക്കണം, FIR രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ അതിൽ എന്ത് കുറ്റകൃത്യം ഇട്ടിട്ടാണ്? ഓരോ FIRലും ഒരു കുറ്റകൃത്യം ഉണ്ടായിരിക്കണം. കുറ്റകൃത്യമില്ലാത്ത FIRകൾ എന്ന് പറയുന്ന അൺനാച്ചുറൽ. ഇപ്പൊ നിങ്ങൾ ഒരു ആത്മഹത്യ ചെയ്ത ഒരു ഒഫൻസ് എന്ന് വെച്ചാൽ ഒരാളുടെ ജഡം കാണുന്നു, അപ്പൊ നമ്മളൊരു അൺനാച്ചുറൽ ഒഫൻസ് പറഞ്ഞിട്ടാണ് അവിടെ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള FIR ആണോ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോകുന്നത്? അല്ല 302 ഒഫൻസ് ആയിരിക്കുമോ? അങ്ങനെ 302 ഒഫൻസ് ആണെങ്കിൽ അതിന്റേതായ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മെഷർ ഉണ്ടാവട്ടെ. സാധാരണ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരാൽ കൊല ചെയ്യപ്പെടുന്ന ഒരു കുറ്റകൃത്യം അതേ പോലീസ് വിഭാഗങ്ങൾ അന്വേഷിക്കാൻ പാടില്ല എന്ന്. ഇവിടെ എന്താ പറയുന്നത്? മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിക്കണമെന്ന്. ഇപ്പോ ഒരു CI ചെയ്ത കേസ് DYSPയോ SPയോ അന്വേഷിച്ചു എന്നുള്ളതുകൊണ്ട് എന്താ വ്യത്യാസം ഉണ്ടാവുന്നത്? എന്റെ വീട്ടിൽ ഒരു കുട്ടി ചെയ്ത കുറ്റത്തിന് ഞാൻ അന്വേഷിച്ചാൽ എങ്ങനെ നീതി കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ CBIയിലേക്കോ അല്ലെങ്കിൽ NIAയിലേക്കോ എത്തപ്പെടുന്നു. മറ്റ് ഏജൻസികളെ തേടേണ്ടി വരുന്നു. മറ്റ് ഏജൻസികളിൽ തന്നെ നമ്മളിപ്പോൾ കുറേയധികം കണ്ടു കഴിഞ്ഞു. അവരെല്ലാം തന്നെ പലപ്പോഴും തങ്ങളുടെ സുഹൃത്തുക്കളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ന്യായമായ രൂപത്തിലുള്ള അന്വേഷണം നടത്താത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ പൗരന്റെ അവകാശങ്ങൾ ഇപ്പോഴും വീട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ ഇതിലെല്ലാം നമുക്ക് ചെറിയൊരു ശ്വാസം കിട്ടുന്നു. സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു ആത്യന്തികമായി ഇവിടെ വ്യാജ ഏറ്റുമുട്ടലുണ്ട്. ആ വ്യാജ ഏറ്റുമുട്ടലിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുണ്ട് രേഖാപരമായ ചില കവചങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കവചങ്ങളെല്ലാം തന്നെ നമ്മുടെ ക്രിമിനൽസിന്റെ തിമിംഗലങ്ങളെ വേട്ടയാടാൻ ശക്തമാണോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും ഈ പഴുതുകൾ ഉണ്ടെങ്കിലും അത് ഒരു രജതരേഖയാണ് ആയി തന്നെ കാണണം എന്ന് തന്നെ നമുക്ക് വെക്കാം. ശ്രീ PS ശ്രീധരൻപിള്ള, പക്ഷേ ഇതിന്റെ മറുവശത്ത് നിന്നുകൊണ്ടാണ് എന്റെ ചോദ്യം. ഇത് ആരുടെയെങ്കിലും അഭിപ്രായ പ്രകടനമല്ല, അങ്ങനെ അഭിപ്രായമുള്ള ആളുകളും ഉണ്ടാകുമല്ലോ. അവരുടെ ചോദ്യം, 1980 തൊട്ട് ഇങ്ങോട്ട് ഉള്ള 2 പതിറ്റാണ്ട് കാലം മുംബൈ അധോലോകത്തിലെ കാര്യങ്ങളെ അടിച്ചമർത്തി അത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നൊരു ഇടമാക്കി, കൂടുതൽ മെച്ചപ്പെട്ടൊരു ഇടമാക്കി മാറ്റിയത് ഇതുപോലുള്ള കൊലപാതകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അവരെ തിരിച്ച്
നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ തെളിവുകൾ ഉണ്ടാവില്ലായിരുന്നു, രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം അവർക്കുള്ളതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ലായിരുന്നു, അവരെ കൊല്ലേണ്ടതായിരുന്നു എന്ന അഭിപ്രായമുള്ള പോലീസുകാർ ഇപ്പോഴും അവിടെയുണ്ട് എന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ വീരപ്പൻ എന്ന കൊള്ളക്കാരൻ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് അയാളെ കൊലപാതകം നടത്തിയതാണ്, ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുത്തിയതാണ് എന്ന് ആരോപിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് ഇതല്ലാതെ നടക്കില്ലായിരുന്നു എന്നാണ്. അങ്ങനെയൊരു പഴുത് അല്ലെങ്കിൽ അതൊക്കെ ശിക്ഷാ നടപടികൾക്ക് വിധേയമായിരിക്കും എന്നത് മുന്നിലുണ്ടായിരിക്കുമ്പോൾ ഈ ആയുധമെടുത്ത് ഉപയോഗിക്കേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൈയറച്ച് നിൽക്കുന്നത് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ശരിയായ മുന്നോട്ട് പോക്കിന് ദോഷം ചെയ്യുകയില്ലേ എന്നതാണ് ചോദ്യം. ഇത് പൊതുവിലുള്ള ചോദ്യമല്ല, അത്തരം ചോദ്യങ്ങളുള്ള ആളുകൾ കൂടെ ഉണ്ട് രാജ്യത്ത്, സമൂഹത്ത് എന്ന് ആലോചിച്ച് വേണം താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിത് രാഷ്ട്രീയമായിട്ടൊരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാർട്ടിയുടെ പോളിസി അവർ രൂപപ്പെടുത്തേണ്ടതുണ്ട്. പലപ്പോഴും പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്താറുള്ളത്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ശരിയാണ്, വളരെ നമുക്കെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന, സമൂഹത്തിന് മുഴുവൻ വലിയ വിപത്തുണ്ടാക്കുന്ന, ആശങ്ക ഉണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പം സ്വാഭാവികമായും ജനങ്ങൾ പ്രതികരിക്കും. ആ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുന്നു എന്ന് കരുതിയിട്ട് അതിനെ മാനദണ്ഡമാക്കിയാൽ നമ്മുടെ നിയമവാഴ്ചയുടെ മരണമണിയായിരിക്കും. കാരണം 99.9% ജനങ്ങൾ ഒരു ഭാഗത്തും, ഭരണകൂടം ഒരു ഭാഗത്തും, നിയമനിർമ്മാണ സഭ ഒരു ഭാഗത്തും ആയാലും ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് പോകാവുന്ന, അതിന് കോടതിയെ സമീപിക്കാവുന്ന, കോടതിക്ക് ഉത്തരവിടാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് തകർക്കാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇപ്പോൾ ശരിയാണ്, ബോംബെയിലൊക്കെ ഉള്ള സംഭവങ്ങൾ അങ്ങനെയാണ്. ആ സംഭവം കണ്ട് അവരെ പിടിച്ചങ്ങ് വെടിവെച്ച് കൊന്നേക്കാം, അവരെ കൊല്ലാം. അത് പാടില്ല. അത് അനുവദിച്ച് കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലപ്പോൾ ന്യായീകരിക്കത്തക്കതായിരിക്കാം. പക്ഷേ അതൊരു മാനദണ്ഡമായിട്ട് എടുത്താൽ ഒരു സമൂഹത്തിൻ്റെ അപജയമായിരിക്കും അത് ഉണ്ടാകുന്നത്. ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയും, ഇതിൽ ബോധവൽക്കരണം അനിവാര്യമാണെന്നുള്ളത്. ഇപ്പോൾ കേരള ഹൈക്കോടതി ഒരു ജഡ്ജ്മെൻറ്റിൽ ഈ 197 സാങ്ഷൻ വേണം, പോലീസുകാരൻ അടിച്ചാലും വേണം, പോലീസിന് ഭേദ്യം ചെയ്യാം, കുറച്ച് ആളുകൾ കസ്റ്റഡിയിലെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് കേരള ഹൈക്കോടതിയിലുണ്ട്. ഞാൻ ന്യായാധിപൻ്റെ പേര് പറയുന്നില്ല, ഇപ്പോൾ റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് 197 ജസ്റ്റിസ് രാജൻ്റെ റൂളിങ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥൻ അടിക്കുമ്പോൾ അല്ലെ ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ല, അത് അയാളുടെ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമല്ല. പഴയ കൺസെപ്റ്റിലേക്ക് കേരള ഹൈക്കോടതി പോയിട്ടുണ്ട്. പക്ഷേ ഇതിനെ വേർതിരിച്ച് കാണാൻ ആര് തയ്യാറാകുന്നു? ഒരു ന്യായാധിപൻ തന്നെ അടിക്കാം, 3-ാം മുറയാകാമെന്ന് പറഞ്ഞാൽ, ആലപ്പുഴയിലെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജി ക്ലാസ് എടുത്തപ്പോൾ, മനുഷ്യാവകാശത്തിന് ഉദ്യോഗസ്ഥന്മാരെ ക്ലാസ് എടുത്തപ്പം 8-10 കൊല്ലം മുമ്പുള്ള, ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അയാൾ പറഞ്ഞു ആകാം, കുറ്റം തെളിയിക്കണ്ടേ? അങ്ങനെയാണോ പോകേണ്ടത്? അപ്പം നിയമവാഴ്ചയാണ് നമുക്കെല്ലാമുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിൽ നിയമവാഴ്ചയിൽ അപജയമുണ്ടായേക്കാം, അത് തിരുത്തുകയാണ് വേണ്ടത്. മറിച്ചുള്ളതിനോട് ഇപ്പോൾ താങ്കൾ പറയുന്ന അവസരത്തിൽ എനിക്ക് സനീഷ് എന്താ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്കറിയാം. ബോംബെ സംഭവങ്ങളിലൊക്കെ എൻ്റെ പാർട്ടി ചില കാഴ്ചപ്പാടുണ്ട്, അത് ഞാൻ എന്നെ മാനിക്കുന്നു. പാർട്ടിയുടെ കൂട്ടായ തീരുമാനമാണ്, എനിക്കത് ബാധകമാണ്. പക്ഷേ ഒരു ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും ഏത് പാർട്ടി ഭരിച്ചാലും ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. വ്യാജ ഏറ്റുമുട്ടൽ, നിരപരാധികളെ കേസിൽ കൊടുക്കുന്നത്, ഇപ്പോൾ കേരളത്തിലൊക്കെ ഉള്ള, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പഠനം ഞാൻ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളിലൊക്കെ എത്രയോ നിരപരാധികൾ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവർ, സുപ്രീം കോടതിയിൽ തന്നെ 11 കൊല്ലം കിടന്ന ഒരു കുടുംബം മരിച്ച ആൾ തിരിച്ചു വന്നപ്പം സുപ്രീം കോടതി ഇപ്പോൾ എൻക്വയറിക്ക് ഓർഡർ ഇട്ട് കഴിഞ്ഞ കൊല്ലം. ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ചർച്ചയുണ്ടായാലും അത് ജഡ്ജിമാരെ സ്വാധീനിക്കും. അത്തരം ചർച്ചകൾ നല്ലതാണ്, സമൂഹത്തെ സ്വാധീനിക്കും, രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിക്കും. അതുകൊണ്ട് ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. അതിന് ഇന്നത്തെ വിധി സഹായകമാണെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും വളരെ നന്ദി. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ശ്രീ ഒ അബ്ദുറഹ്മാൻ, ശ്രീ അഡ്വക്കേറ്റ് മധുസൂദനൻ, ശ്രീ ആർ ബി ശ്രീകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പോലീസ് ഏറ്റുമുട്ടലുകൾ കേസുകൾക്ക് സുപ്രീം കോടതി മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള പൊതുജന ബോധവൽക്കരണത്തിന് കൂടെ ഉതകുന്നതാണ്. അതിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ പൂർണ്ണമായും മാനുഷിക അവകാശങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലായി മാറുകയുള്ളൂ എന്നത് അവിടെയുണ്ട്. എങ്കിൽ പോലും സുപ്രീം കോടതിയുടെ ഇടപെടൽ, മാർഗരേഖ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ചർച്ചയിൽ ആളുകൾ പ്രകടിപ്പിക്കുന്ന കാര്യം. വളരെ നന്ദി അതിഥികൾക്ക്. ഇടവേള.